നമ്മളിപ്പോൾ ഉള്ളത് ലബുവാൻ ബാജോ എന്ന് പറയുന്ന ഇന്തോനേഷ്യയിലുള്ള ഒരു ഐലൻഡിലാണ്. ഇവിടെ ജയകാർത്ത സൂട്ട്സ് എന്ന് പറയുന്ന ഒരു റിസോർട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ബുക്കിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിൽ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഈസ്റ്റേണിലാണെങ്കിൽ ഇവരുടെ എന്തെല്ലാം തരം നൂഡിൽസ്, സൂപ്പുകൾ, അങ്ങനെയുള്ള വെജിറ്റബിൾ ചിക്കൻ സാലഡ് അങ്ങനെയുള്ള ഐറ്റംസും. വെസ്റ്റേൺ ബ്രേക്ക്ഫാസ്റ്റിൽ ഫ്രഞ്ച് ടോസ്റ്റ്, പലതരം പാസ്ട്രീസ്, കുക്കീസ്, പിന്നെ ഈ കാണുന്ന ഡോണട്ട്സ് പോലുള്ളതും, പിന്നെ ചായ, കാപ്പി അങ്ങനത്തെ ഉണ്ട്. ഫ്രൂട്ട് ജ്യൂസ്, മറ്റേ ഇവർ ഈ ചൈനീസുകാരെല്ലാം ചെയ്യുന്ന പോലത്തെ എന്തെല്ലോ തരം പോറഡ്ജ് പോലത്തെ ഐറ്റംസൊക്കെ കാണാം. നമുക്ക് അങ്ങനെ മലേഷ്യയിലുള്ളത് പോലുള്ള സ്മെല്ലി ഫുഡല്ല ഇവിടെ. പിന്നെ നമ്മൾ ഇവിടെ കറങ്ങാൻ വേണ്ടി ഈ കൊമോഡോ നാഷണൽ പാർക്കിൽ വന്നു. ഇവിടെ നമ്മൾ കൊമോഡോ എക്സ്പെഡീഷനാണ് വന്നിട്ടുള്ളത്. കൊമോഡോ എന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയൊരു ലിസാർഡ് സ്പീഷീസിൽ വരുന്നൊരു സംഭവമാണ്. അത് മനുഷ്യന്മാരൊക്കെ അറ്റാക്ക് ചെയ്യും. ഈ ഐലൻഡിലാണ് ഇതിൽ കാണപ്പെടുന്നത്. ഇതിൻ്റെ ഉള്ളിൽ, ഈ വള്ളിയുടെ ഉള്ളിലുണ്ട്. നമ്മളതിനെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി നമ്മളുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ട്. ഒരു 25 ആൾക്കാരുള്ള ടീമാണ് പോയിരിക്കുന്നത്. നമ്മൾ 2 പേരും ഇന്ത്യൻസ് ഉള്ളൂ, ബാക്കിയൊക്കെ ഫോറിനേഴ്സാണ്. ഒന്നിനെ നമ്മൾ ബീച്ച് സൈഡിൽ സ്പോട്ട് ചെയ്തു. ഇതൊരു വില്ലേജാണ്, ഈ ഐലൻഡിലുള്ള ഒരു വില്ലേജാണിത്. ചത്ത പോലെ കിടക്കുന്ന ഒരു കൊമോഡോനെ നമ്മൾ സ്പോട്ട് ചെയ്തു. വളരെ ഗ്രാമീണമായ ഒരു വില്ലേജാണിത്. പിന്നെ നമ്മൾ സ്നോർക്കിങ്ങിൽ പോയി. എൻ്റെ ആദ്യത്തെ സ്നോർക്കിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കൊരു 50% നീന്താൻ അറിയുമായിരുന്നുള്ളൂ. പക്ഷേ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടൊക്കെയാണ് നമ്മൾ ചെയ്തത്. കുറേ കോറൽസൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റി. അതുപോലുള്ള ഈ മണ്ട റൈസ് പോലുള്ള ഈ ചിറകൊക്കെയുള്ള ഫിഷൊക്കെ സ്പോട്ട് ചെയ്തു. ഡീപ് സീയിൽ നമ്മളെ ചാടിപ്പിച്ചപ്പോൾ നമ്മളെ ഒരു 6-7 സ്പോട്ടിൽ ഓഷനിൽ പല സ്ഥലത്തായി നമ്മളെ ചാടിച്ചു. നമ്മൾ 2 പേര് മാത്രമേ ലൈഫ് ജാക്കറ്റ് ഇട്ടുള്ളൂ. ബാക്കിയുള്ള ഫോറിനേഴ്സൊക്കെ ഇതൊക്കെ പ്രാക്ടീസ് എടുക്കാൻ വന്നത്. സ്നോർക്കലിംഗ് ഒക്കെ നാട്ടിൽ തന്നെ പ്രാക്ടീസൊക്കെ ചെയ്ത് റെഡി ആയിട്ട് വന്നതായിരുന്നു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കൊരു ആസ്മയ്ക്കുള്ള ആളായിട്ടും എനിക്ക് അധികം ശ്വാസം മുട്ടൊന്നും ഫീൽ ചെയ്തില്ല. ജസ്റ്റ് വായിൽ വെള്ളം കയറുന്നുണ്ടായിരുന്നു എന്നേ ഉള്ളൂ. കാരണം അധികം പ്രാക്ടീസ് ഇല്ലല്ലോ. ഈ സ്നോർക്കലിംഗ് ട്യൂബ് വായിലിട്ടപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കയറുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം കയറിയപ്പോൾ ഒരു ഇറിറ്റേഷൻ തോന്നി. ബട്ട് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ബെറ്ററായി നമുക്ക് ചെയ്യാൻ പറ്റി. ഈ ജയകാർത്ത സൂട്ട്സിൻ്റെ ഉള്ളിലുള്ള വ്യൂ ആണിത്, വിൻഡോ വ്യൂ. ഒരുപാട് മലകളും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഗ്രാബ് പോലുള്ള, ഈ ഗ്രാബ് എന്ന് പറയുന്നത് ഒരു ഊബർ പോലുള്ള ഒരു ആപ്പാണ്. അതിലാണ് നമ്മൾ ടാക്സി ബുക്കിംഗ് ഒക്കെ ചെയ്യേണ്ടത്. പക്ഷേ ആ ആപ്പ് ഈ പെർട്ടിക്കുലർ ഐലൻഡിൽ വർക്ക് ചെയ്യില്ല. അധികം ടൂറിസം ഡെവലപ്പ് ആയിട്ടുള്ള സ്ഥലമല്ല ഇത്. ഇന്ത്യൻസൊന്നും ഈ ഐലൻഡിൽ വരാറേ ഇല്ല. അപ്പം പിന്നെ നമ്മൾ ഈ എയർപോർട്ട് പിക്കപ്പും ഡ്രോപ്പൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ലോക്കൽ ടാക്സിയൊക്കെ ഭയങ്കര ചാർജ് എടുക്കും. കാരണം ഫോറിനേഴ്സ് മാത്രമേ ഇവിടെ വരാറുള്ളൂ. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ ഈ റിസോർട്ട് ബുക്ക് ചെയ്തു. ഇവരാകുമ്പോൾ ഫ്രീ ആയിട്ട് നമ്മൾ എയർപോർട്ട് പിക്കപ്പ്, ഡ്രോപ്പ് അങ്ങനെയൊക്കെ ചെയ്ത് തരുന്നുണ്ട്. അതുകൂടാണ്ട് ഇവർ ഫുഡ് ഓപ്ഷൻസും നല്ലതായിരുന്നു. പുറത്തൊന്നും അധികം പോകേണ്ടി വന്നില്ല. പക്ഷേ നമുക്ക് സീ ഫുഡൊക്കെ ട്രൈ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പുറത്തുള്ള മാർക്കറ്റിലൊക്കെ നടന്നിട്ട് പോയിട്ടൊക്കെ ട്രൈ ചെയ്തു. പിന്നെ തിരിച്ചു വരുമ്പോൾ അത് ഒരുപാട് ദൂരമായതുകൊണ്ട് പിന്നെ നമ്മൾ ലോക്കൽ ടാക്സി എടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ ടാക്സി റേറ്റ് ഭയങ്കര അധികമാണ്, കോസ്റ്റ്ലിയാണ്. വളരെ ശാന്തമായ ഒരു പ്രൈവറ്റ് ബീച്ചിൽ തന്നെ ഈ പ്രോപ്പർട്ടിക്ക് ഉണ്ട്. ഓരോ റിസോർട്ടും ഈ ബീച്ച് സൈഡിലൊക്കെ തന്നെയാണ് വരുന്നത്. ഓരോ ആൾക്കാർക്കും ഓരോ പോർഷൻ ഓഫ് ദ ബീച്ച് അവർ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കാൻ തോന്നുന്നു. പക്ഷേ ഇവിടെ ടൈഡ്സൊന്നും ഇല്ല, തിരമാലകൾ തീരെ ഇല്ലാത്തൊരു ശാന്തമായ ബീച്ചാണ്. പ്രൈവറ്റ് ബീച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രൈവസി ഒക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഒരു സൺസെറ്റ് വ്യൂ ആണ്. ഒരു വൈകുന്നേരം 6 മണിയായിട്ടുണ്ട്. എനിക്ക് ബീച്ച് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ടൈഡ് ഇല്ലെങ്കിലും വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. തീരെ ഒച്ചയോ ഒന്നും ബഹളവും ഇല്ല. കാരണം നമുക്കറിയാലോ, തിരമാലകളില്ലെങ്കിൽ പിന്നെ കടലിന് ഒരു ഒച്ച എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ബട്ട് സൺസെറ്റ് വ്യൂ എന്ന് പറയുന്നത് അടിപൊളി തന്നെ. അങ്ങനെ കുറേ സമയം ഇവിടെ സൺസെറ്റ് നോക്കി കണ്ടിരുന്നു. ബാലിയിൽ നിന്ന് നമ്മൾ ഒരു 2 മണിക്കൂർ ഫ്ലൈറ്റിൽ വന്നാലാണ് ഈ ഐലൻഡിൽ എത്താൻ പറ്റുക. ഇത് നമ്മൾ ഏജൻസി ഒന്നും വഴി ബുക്ക് ചെയ്തതല്ല, നമ്മൾ തന്നെ സെർച്ച് ചെയ്ത് ബുക്ക് ചെയ്തതാണ്. ഇവിടെയാണ് എല്ലാവരും സ്നോർക്കലിങ്ങിനും ഒക്കെ ആയിട്ട് വരിക. ഇവിടെ പിങ്ക് ബീച്ച്, അതുപോലെ കൊമോഡോ ഐലൻഡ്, അങ്ങനെ പല എക്സ്പീരിയൻസും ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ വരിക. അപ്പോൾ ഒരു 2 ദിവസത്തേക്ക് നിങ്ങൾ ബാലിയിലേക്ക് ട്രിപ്പ് വരുന്ന സമയത്ത് ഒരു 10 ദിവസത്തേക്കാണ് വരുന്നതെങ്കിൽ ഒരു 2 ദിവസം നിങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം.
2 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ. ഒരു ബാലിയിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് ഫ്ലൈറ്റ് എടുത്തിട്ട് വരാം. പിന്നെ തിരിച്ച് നിങ്ങൾക്ക് ബാലിയിൽ പോയിട്ട് ബാക്കിയുള്ള ഐലൻഡൊക്കെ കറങ്ങാം. അങ്ങനെ സൺസെറ്റ് വ്യൂ ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് ബീച്ച് സൈഡിലൂടെ തന്നെ നമ്മൾ നടന്ന് പോയപ്പോൾ ഒരു 1.5 കിലോമീറ്റർ നടന്നപ്പോൾ നമ്മളൊരു സീ ഫുഡിൻ്റെ മാർക്കറ്റിലെത്തി. നല്ല ഫ്രഷ് ആയിട്ടുള്ള സീ ഫുഡുകളൊക്കെ ഇവിടെ ലൈവായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെയുള്ള സീ ഫുഡ് എന്ന് വെച്ചാൽ നമ്മളെ മലബാർ സൈഡിലൊക്കെ കാണുന്ന എല്ലാ ഐറ്റംസിനേക്കാളും ഭയങ്കര ജയൻ്റ് ആയിട്ടുള്ള സൈസാണ്. ഇളമ്പൊക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ വളരെ ചെറിയതാണ് വരിക. ഇവിടെ ഇളമ്പൊക്കെ ആണെങ്കിലും എല്ലാ സാധനങ്ങളും ഭയങ്കര വലിയ സൈസിലാണുള്ളത്. ഒരു വലിയ പ്ലേറ്റിൽ 4 പ്രോൺസൊക്കെ പിടിക്കുന്നുള്ളൂ. അത്രയും വലിയ സൈസായിരുന്നു. ഇത് നമ്മൾ സ്നോർക്കലിംഗ് ചെയ്തപ്പോൾ നമ്മൾ ഷിപ്പിൽ പോയപ്പോൾ ഉള്ളൊരു ക്ലിപ്പാണ് ഇതിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്നത്. ഇത് ജയകാർത്ത സ്യൂട്ട്സിലുള്ള നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേയുടെ ഒരു ക്ലിപ്പ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെയോ ഇവർ ഈ വിനാഗിരിയിലൊക്കെ ഇട്ട് വെച്ച എന്തെല്ലോ ലിക്വിഡും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. എന്താണ് നമുക്ക് മനസ്സിലായില്ല. പിന്നെ എന്തെല്ലോ ഇവർ രാവിലെ തന്നെ റൈസും പിന്നെ ഫിഷ് ഫ്രൈ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കും കേട്ടോ. ഈസ്റ്റേൺ ബ്രേക്ക്ഫാസ്റ്റിൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കണ്ടു. പിന്നെ ചിക്കൻ സാലഡ് അങ്ങനത്തെയുള്ള സംഭവങ്ങളും കണ്ടു. രാവിലെ തന്നെ എങ്ങനെ ഇതൊക്കെ കഴിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഈ കോൺഫ്ലേക്സും മറ്റേ ഇതൊക്കെ നമ്മളെ വെസ്റ്റേൺ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളുണ്ട്, മിൽക്കിലിട്ടിട്ട് കഴിക്കാൻ പറ്റുന്നതൊക്കെ. പിന്നെ എന്തോ പുഡിങ് പോലത്തുള്ള സംഭവങ്ങളും കണ്ടു. നമ്മൾ വൈകിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഭയങ്കര മഴ പെയ്യുന്നുണ്ടായിരുന്നു. സ്നോർക്കലിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതൊക്കെ ഒരു ഉച്ചക്കൊക്കെ നല്ല ചൂടായിരുന്നു. അതുകൂടാണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഹൈക്കിങ്ങിനും പോകാനുണ്ട് കേട്ടോ. ഇത് പിങ്ക് ബീച്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഓഷൻ്റെ ഒരു പോർഷനാണ്. ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് ഹൈക്ക് ചെയ്തിട്ട് ഒരു 400 സ്റ്റെപ്സ് ഹൈക്ക് ചെയ്ത് പോയാൽ നമ്മൾക്ക് നല്ല പനോരമിക് വ്യൂ ഒക്കെ കാണാം പിങ്ക് ബീച്ചിനെ. പക്ഷെ മുകളിൽ നിന്ന് കാണുമ്പോൾ അത് നല്ല ബ്ലൂ സീ തന്നെയാണ് കേട്ടോ. ഇത് കൊമോഡോ ഐലൻഡിലുള്ള ഒരു ക്ലിപ്പാണ്. നമ്മൾ കൊമോഡോ എക്സ്പെഡിഷനിൽ ഞാൻ പറഞ്ഞില്ലേ 2-3 കിലോമീറ്റർ നടന്ന് പോകാനുണ്ട്. കൊമോഡോനെ സെർച്ച് ചെയ്ത് പോകും, നടന്ന് പോകാം. ഈ കൊമോഡോ എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ജീവിയാണ് കേട്ടോ. ഇതൊരു ഗ്രാമത്തിലാണ് ഞാൻ പറഞ്ഞില്ലേ. ഇവിടെയുള്ള മനുഷ്യന്മാരൊക്കെ ഇത് അറ്റാക്കൊക്കെ ചെയ്യാറുണ്ട്. അറ്റാക്ക് ചെയ്ത് കൊല്ലാൻ പറ്റുന്ന ഒരു ജീവിയാണിത്. ഇതിന് പെട്ടെന്ന് ദേഷ്യം വരിക. അങ്ങനെയൊന്നും വേഗമൊന്നും ദേഷ്യം വരില്ല. പിന്നെ ഇത് നമ്മൾക്ക് ഗൈഡ് കുറേ ഇൻഫർമേഷനൊക്കെ തരുന്നുണ്ട് കേട്ടോ. ഇത് വയലൻ്റായിട്ട് വരികയാണെങ്കിൽ നമ്മൾ സിഗ്സാഗായിട്ട് ഓടണം എന്നൊക്കെയാണ് പറയുക. അത് കൂടാണ്ട് ഇതിന് ഇപ്പം നമ്മൾ ബാക്കിലേ പോകുമ്പോൾ ഇത് തിരിച്ച് നമ്മൾ അറ്റാക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ സൂക്ഷിക്കണം. എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഒന്നിനെ കണ്ടപ്പോൾ. എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ബട്ട് നമ്മളോട് ഗൈഡ് പറഞ്ഞു സൂക്ഷിക്കണം, അധികം അടുത്ത് പോകാൻ പാടില്ല. ഗൈഡ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. ഗൈഡ് ഇതിൻ്റെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെയുള്ള ഹെൽപ്പൊക്കെ ചെയ്തു. നമ്മളിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഭയങ്കര പേടിയാവുന്നുണ്ടെങ്കിലും വളരെ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. നമ്മളിങ്ങനെ സ്പോട്ട് ചെയ്യണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഇത് ഈ വില്ലേജിൻ്റെ ഏതൊക്കെയോ ഭാഗത്തായി നടന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിത് എവിടെയാ കാണപ്പെടാന്ന് നമുക്കിങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നും പറ്റൂല. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ലക്ക് ആസ് വെൽ. ഈ നീല ടീഷർട്ട് ഇട്ട ആളാണ് കേട്ടോ ഗൈഡ്. ഇവർക്ക് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾക്ക് നല്ല ഫോട്ടോസൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതിനെ നന്നായിട്ട് അടുത്തുനിന്ന് കാണാൻ പറ്റുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടിപ്സൊക്കെ കൊടുക്കാം. പാവത്തിന് സന്തോഷമാവും. ഇയാൾ ഈ ഗ്രാമത്തിലുള്ള ഒരാളാണ്. ഇവിടുത്തെ സീയൊക്കെ ഭയങ്കര ക്രിസ്റ്റൽ ബ്ലൂ കളറാണ് കേട്ടോ. പിങ്ക് ബീച്ചിൽ മാത്രമേ ബീച്ചിൻ്റെ സാൻഡ് പിങ്ക് ആയിട്ടുള്ളൂ. ബട്ട് സീ ഫുൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ബ്ലൂ വാട്ടർ. താഴെയാണെങ്കിൽ ഈ വൈറ്റ് സാൻഡൊക്കെ കാണാൻ പറ്റും. ഇതിപ്പോൾ പിങ്ക് ബീച്ചാണ് കേട്ടോ. നമുക്ക് പിങ്ക് ബീച്ചിൻ്റെ മണൽ പിങ്ക് കളറായി കാണാൻ പറ്റും. നമ്മൾ ഫസ്റ്റൊക്കെ സ്നോർക്കലിംഗ് പോകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്തു ജസ്റ്റ് ബീച്ച് സൈഡിൽ നമുക്ക് ആവോ ഇല്ലയോ എന്നുള്ളത്. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് പ്രാക്ടീസൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 400 സ്റ്റെപ്സ് നമ്മൾ ഹൈക്ക് ചെയ്ത് മുകളിലെത്തിയ സ്ഥലമാണിത്. ഇത്രയും ആൾക്കാർ ഇപ്പോൾ ഒരു 20-25 ആൾക്കാർ ഒരുമിച്ചാണ് നമ്മളൊരു ഷിപ്പിൽ വന്നിട്ടാണ് ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഈ ഹൈക്കിങ്ങിന് മുകളിലേക്ക് വരുന്നത്. അത് നല്ല ചൂടാണ് കേട്ടോ. നട്ടുച്ചയ്ക്ക് ഈ ബീച്ച് സൈഡിൽ ഹൈക്കൊക്കെ ചെയ്യാന്ന് പറയുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല വേർക്കും
അതുകൂടാണ്ട് നല്ല വെയിലാണ്. സൺടാൻ എന്തായാലും അടിക്കും. എത്ര നിങ്ങൾ സൺസ്ക്രീൻ ചെയ്ത് തേച്ചിട്ടും ഒരു കാര്യമില്ല, നല്ല കരിങ്കട്ട പോലെയാവും. അത്രയും സൺ ടാൻ ഇവിടെ നിന്ന് കിട്ടിക്കോളും. ഈവൻ നമ്മളെ അവസ്ഥ അത് തന്നെയായിരുന്നു. ഈ ഫോറിനേഴ്സൊക്കെ അവർക്കൊക്കെ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണല്ലോ. ഇതാണ് കേട്ടോ പിങ്ക് ബീച്ച്. ഈ മുകളിൽ അടിപൊളി വ്യൂ ആണ്. കുറച്ച് ബുദ്ധിമുട്ട് മുകളിലേക്ക് കയറി വരണം, ഹൈക്ക് ചെയ്ത് വരണം, കുറച്ച് സമയം എടുക്കും. ബട്ട് താഴ്ന്ന് വരുമ്പോൾ ആദ്യമൊക്കെ നല്ല നല്ല സ്റ്റെപ്സ് ആണ്. ബട്ട് മുകളിലോട്ട് എത്തുന്നവരും സ്റ്റെപ്സ് അധികം ക്ലാരിറ്റിയിൽ അല്ല ഉണ്ടാവുക, നല്ല ഡിമാർക്കേറ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് അല്ല. ബട്ട് വ്യൂസ് അടിപൊളിയാണ്. ഞാൻ ഭയങ്കര സ്ലോ ആണ് കേട്ടോ. ഞാൻ ഹൈക്ക് ചെയ്ത് മുകളിലെത്താൻ കുറേ സമയം എടുത്തു. പിന്നെ കുറേ വയസ്സന്മാരും പല എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷേ നമ്മളെ തന്നെയാന്ന് തോന്നുന്നു, നമ്മളെക്കാളും ചെറിയ ആൾക്കാരൊന്നും കണ്ടില്ല. നമ്മൾ തന്നെയായിരിക്കും യങ്ങസ്റ്റ് എന്ന് തോന്നുന്നു. ബട്ട് ഈ ഫോറിനേഴ്സൊക്കെ കുറേ അർമേനിയ രാജ്യങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു. അവരൊക്കെ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. അവരുടെ ഏജ് ഒന്നും അവർക്ക് മാറ്റർ ചെയ്യില്ല. അവർ ഭയങ്കര നമ്മുടെ ഗ്രാൻഡ്മാരൊക്കെ വയസ്സുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് ഹൈക്ക് ചെയ്യും. ഞാൻ കണ്ടില്ലേ വേർത്ത് തുടുത്തിട്ടിരിക്കുന്നത്, മുകളിലെത്തുമ്പോഴത്തേക്കും വല്ലാണ്ട് വേർപ്പ് വന്നാൽ ഞങ്ങൾക്കാണെങ്കിൽ തുമ്മലൊക്കെ ഇളകും. അത്രയും വേർപ്പായിരുന്നു. വേർത്ത് തലയൊക്കെ ഇങ്ങനെ വെള്ളം ഇട്ടുന്നുണ്ടായിരുന്നു. ഈ ഇങ്ങനെയുള്ള സ്റ്റെപ്സ് ആണ് കേട്ടോ നമ്മൾ കയറി മുകളിലേക്ക് പോവുക. ഏറ്റവും പീക്കിലെത്തുമ്പോഴത്തേക്കും സ്റ്റെപ്സ് ഒന്നും അങ്ങനെ ആയിട്ട് കാണാനൊന്നും കിട്ടൂല. പിന്നെ ജസ്റ്റ് നമ്മളിങ്ങനെ സ്ലിപ്പ് ആവാണ്ട് കയറി പോകണം. നല്ല ചെരുപ്പൊക്കെ ഷൂ ഒക്കെ ഇട്ടിട്ട് പോകണം. ചെരുപ്പൊക്കെ ഇട്ടാൽ സ്ലിപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ലബോൺ ബാജയിലെ ഒരു സ്പെഷ്യൽ കാര്യം എന്ന് വെച്ചാൽ മലകൾ, അടിപൊളി മലകൾ സീനാണ് അവിടെ. പാട്ട് കളിക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ സ്നോർക്കലിങ്ങിന് വരുമ്പോൾ സ്വിമ്മിങ് സൂട്ട് നമ്മൾ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അത് എടുക്കാൻ മറന്നുപോയി. അപ്പം നമ്മൾ ഇട്ട കുപ്പായത്തിൽ തന്നെയാണ് വെള്ളത്തിൽ ചാടുന്നുണ്ടായിരുന്നത്. വെള്ളത്തിൽ ചാടുന്നു, വീണ്ടും ഷിപ്പിലേക്ക് കയറുന്നു, അത് ഉണങ്ങുന്നു, വീണ്ടും ചാടുന്നു, വീണ്ടും ഷിപ്പിൽ കയറുന്നു, ഉണങ്ങുന്നു. ഇതായിരുന്നു അവസ്ഥ. ബാക്കിയുള്ള ഫോറിനേഴ്സൊക്കെ സ്വിം സൂട്ടൊക്കെ എടുത്തിട്ടായിരുന്നു വന്നത്. നമ്മളാണെങ്കിൽ അത് മറന്നുപോയി. നമ്മൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല സ്നോർക്കലിംഗ് ആ ദിവസമാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മളൊരു ഓർമ്മയിൽ ഹൈക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കൊമോഡോ എക്സ്പെഡീഷനൊക്കെ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. സ്നോർക്കലിംഗ് കൂടി ഉണ്ട് എന്നുള്ള കാര്യം മറന്നുപോയി. കണ്ടില്ലേ എല്ലാവരും സ്വിം സൂട്ടും അതിൻ്റെ മുകളിൽ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മാത്രം ഒന്നും ഇട്ടിട്ടില്ല. കുറേ എൻ്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ താഴെ എത്തിയിട്ടുണ്ട്. ഞാൻ മുകളിലുണ്ട് അത്രേ. ഞാനാണെങ്കിൽ മുകളിലെത്തിയതിന് ശേഷം ഈ വ്യൂ ആസ്വദിച്ച് സമയം കളയായിരുന്നു. ഇതാണ് ലബോൺ ബാജോന് നമ്മളെ ഏരിയൽ വ്യൂ. ഇതിപ്പോൾ നമ്മൾ തിരിച്ച് ബാലിയിലേക്ക് പോകുമ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് എടുത്ത വ്യൂ ആണ്. ഈ മലകളിലൂടെയൊക്കെയാണ് നമ്മൾ ഇന്നലെ സ്നോർക്കലിങ്ങിന് മുന്നോട്ടേക്ക് പോയതും ട്രക്കിങ്ങിന് പോയതൊക്കെ. ഇതിൻ്റെ ഒരു പോർഷനിൽ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ കണ്ട ഇത് കൊമോഡോ ഐലൻഡ്. അപ്പം നമ്മൾ ഈ ഷിപ്പിൽ പോയിട്ടായിരുന്നു നമ്മൾ കൊമോഡോ ഐലൻഡിലേക്ക്. ചെറിയൊരു ദ്വീപാണ്. അവിടെയാണ് ഈ നമ്മൾ പറഞ്ഞ കൊമോഡോസിനെ കാണുന്നത്. നമ്മളിപ്പോൾ ബാലിയിലെത്തിയിട്ടുണ്ട്. ബാലിയിലേക്ക് നമ്മൾ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്ലൈറ്റിൽ ബാലിയിൽ വന്നതിന് ശേഷം നമ്മൾ ന്യൂസാ പെനിഡയിൽ എത്തിയിട്ടോ. അത് ഷിപ്പ് പിടിച്ചിട്ടാണ് ന്യൂസാ പെനിഡയിലേക്ക് വന്നത്. ഒരു 1.5 മണിക്കൂർ ഷിപ്പിൽ വരാനുണ്ട്. പ്രീ ബുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഫസ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് ഈ ടീറക്സ് ബേ എന്ന് പറയുന്ന ഒരു ബീച്ചിലാണ്. ടീറക്സ് ഡൈനോസറിൻ്റെ ഷേപ്പിലുള്ള ഒരു ഹില്ല് നമുക്കിവിടെ കാണാൻ പറ്റും. ആ ഹില്ലിൻ്റെ കാരണമാണ് ഇതിന് ടീറക്സ് ബേ എന്ന പേര് വന്നിരിക്കുന്നത്. താഴെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ബ്ലൂ കളർ ബീച്ച് ഓഷ്യൻ കാണാം. പക്ഷേ ഇവിടുന്ന് താഴേക്കുള്ള ഈ ഹൈക്കിംഗ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം ഭയങ്കര കാറ്റാണ് ഇവിടെ. നമ്മളിപ്പോൾ ഒരു വൈകുന്നേരം 3-4 മണിയാകുമ്പോഴാണ് വന്നിട്ടുള്ളത്. താഴേക്ക് ആദ്യമൊക്കെ നല്ല സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സൊക്കെ ഞാൻ ഇറങ്ങി. പക്ഷേ പിന്നെ അങ്ങോട്ട് എത്തുമ്പോൾ പിന്നെ ആ സ്റ്റെപ്സൊന്നും ഇല്ല. ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ബോട്ടം, റോക്കി ആയിട്ടുള്ളൊരു ടെറൈനാണത്. ഇതാണ് കേട്ടോ നമ്മൾ ന്യൂസാ പെനിഡയിൽ താമസിച്ച ഒരു ജോണ ബംഗ്ലാവ് എന്ന് പറയുന്ന ഒരു റിസോർട്ടാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു ദിവസം മാത്രമേ താമസിച്ചുള്ളൂ.
ഇതും നമ്മൾ booking.com ബുക്ക് ചെയ്തതായിരുന്നു. നമ്മളെല്ലാം സെൽഫായിട്ട് ബുക്ക് ചെയ്തിട്ട് പോയതാണ് കേട്ടോ. നമ്മളെ കൂടെ ഏജൻറ്റോ അങ്ങനെ ആരുമില്ല, ഗൈഡൊന്നുമില്ല. പക്ഷേ ആ ഒരു സ്നോർക്കലിങ്ങിൻ്റെത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും മേക്ക് മൈ ട്രിപ്പ് എന്നോ അല്ലെങ്കിൽ booking.com കൊണ്ടാണ് ബുക്ക് ചെയ്തത്. ജോന ബംഗ്ല എന്ന് പറയുമ്പോൾ ഒരു കൊള്ളാം, ഒരു ട്രഡീഷണൽ ഒരു ലിവിങ് ആയിരുന്നു. ഇതിൻ്റെ മുകളിൽ ഈ ശരിക്കും ഇതല്ല, കോൺക്രീറ്റ് അല്ല, ഇവരുടേതായിട്ടുള്ള ഏതോ ഒരു കൾച്ചറൽ സംഭവമാണ്, പായ പോലത്തെ ഒരു സംഭവമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ രാത്രിയൊക്കെ മഴ പെയ്യും കേട്ടോ. നമ്മൾ ഇവിടുന്ന് ഇത് ന്യൂസ് പെനഡ ഐലൻഡിൽ നമുക്ക് സ്കൂട്ടിയൊക്കെ റെന്റ് ചെയ്യാം. നമ്മൾ അങ്ങനെ ഒരു സ്കൂട്ടി റെന്റ് ചെയ്തിട്ടുണ്ട്. റെന്റ് അത്രയൊന്നും ചാർജില്ല. അത് കൂടാണ്ട് ഇവിടെ ഇങ്ങനെ പെട്രോൾ പമ്പായിട്ട് കാണാൻ കിട്ടില്ല. പെട്രോൾ സാധാരണ ചില കടകളിൽ, അങ്ങനത്തെ കടകളിൽ പെട്രോൾ കുപ്പിയിൽ ഇങ്ങനെ പെട്രോൾ വിൽക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് വാങ്ങാം. ഇവിടെയൊക്കെ എല്ലാം ചീപ്പായിരുന്നു കേട്ടോ. കാരണം ഇവിടുത്തെ കറൻസി വളരെ ലോ വാല്യൂ ആയിട്ടുള്ള ഒരു കറൻസിയാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് നമ്മളെ കുറച്ച് റുപ്പീസ് മാറ്റി വയ്ക്കുന്നത്. നമുക്ക് ഈ ബീച്ചിൽ പോയപ്പോൾ ആരുടെയോ പേഴ്സ് കളഞ്ഞു കിട്ടി കേട്ടോ. അത് നമ്മളിവിടെ ഓഫീസേഴ്സിന് തിരിച്ചു കൊടുത്തു. ഇവിടെ ഇതിൻ്റെ ഒരു വീഡിയോ കോളൊക്കെ വിളിച്ച് അതിൻ്റെ നമ്പറിലുള്ള ആളെ വിളിച്ച് അവർക്ക് കാണിച്ചു കൊടുത്ത് നിങ്ങൾ ഐറ്റം ഇവിടെ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോഴത്തേക്കും തലേ ദിവസം വന്നിട്ട് ഈ സംഭവം മിസ്സായി പോയ ആളുകളാണ്. അവർ ഇപ്പോൾ ബാലിയിലുള്ളത്. അവർ തിരിച്ചിപ്പം ന്യൂസാപ്പനിടയിൽ വന്നിട്ട് ഇത് വാങ്ങിയിട്ട് കൊണ്ടുപോകും. ഇപ്പം നമ്മളുള്ളത് ഡയമണ്ട് ബീച്ച് എന്ന് പറയുന്ന വേറൊരു ബീച്ചിലാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഈ ഹിൽസ് നല്ല ഡയമണ്ടിൻ്റെ ഷേപ്പിലുള്ള ഹിൽസ് കാണാൻ പറ്റും. അവിടെയായിരുന്നു നമുക്ക് ഈ സംഭവം കിട്ടിയത്. കുറേ കാടുകളും ഒക്കെ ഉണ്ട്. ഇതൊരു പെൺകുട്ടിയുടെയാണ്. കുറേ കാടുകളും ഒക്കെ ഉണ്ടായിരുന്നു, പൈസയും ഉണ്ടായിരുന്നു. അവരുടെ കാടുകൾ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊക്കെ മിസ്സായ എന്തായിരിക്കും അവസ്ഥ. നമുക്ക് ഭയങ്കര സങ്കടമല്ലേ. പിന്നായിട്ടുള്ള എന്തൊക്കെയോ കാടുകളുണ്ട്. ഇപ്പം നമ്മളുള്ളത് ഡയമണ്ട് ബീച്ചിലാണ്. ഇവിടെ ഭയങ്കര സ്ലിപ്പറിയാണ് കേട്ടോ. ഞാൻ ഇന്നലെ ടീറക്സ് ബേയിൽ പോയപ്പോൾ എനിക്ക് ഹൈക്ക് ചെയ്ത് താഴെ വരെ വരാൻ പറ്റിയില്ല. കാരണം അത് ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഡയമണ്ട് ബീച്ചിൽ താഴെ ഇറങ്ങി വരാൻ കുറച്ച് എളുപ്പമാണ് കേട്ടോ. അപ്പം ഞാൻ താഴെ ഇന്നലെ എത്തിയില്ലാത്തതിൻ്റെ സങ്കടം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്ത് വെച്ചാലും എത്തണമെന്ന് ആഗ്രഹിച്ചു വന്നു. അപ്പം ഞാൻ വളരെ സ്ലോ ആയിട്ട് താഴേക്ക് ഇറങ്ങി വന്നു. താഴെ എത്തി ഞാൻ അതിൻ്റെ വ്യൂ ആസ്വദിക്കുകയാണ്. ഭയങ്കര സന്തോഷത്തിലാണ്. ഞാനിവിടെ താഴെ എത്തുന്നൊന്നും വിചാരിച്ചിട്ടില്ല. കാരണം വളരെ മുകളിൽ നിന്നിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി വരേണ്ടത്. മുകളിലെന്ന് വെച്ചാൽ ഈ കാണുന്ന മലകളുണ്ടല്ലോ, ഇതിൻ്റെ ഏറ്റവും മുകളിലെ ടിപ്പിലാണ് നമ്മളെ റോഡ് വരുന്നത്. അപ്പം അവിടെയാണ് നമ്മളെ എൻട്രൻസ് ഒക്കെ. ആ എൻട്രൻസിലേക്ക് കയറിയിട്ട് നമ്മളിങ്ങനെ താഴേക്ക് വന്ന് സ്റ്റെപ്പ് ഇറങ്ങി വന്നത്. ഈ കാണുന്നത് ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു ഇത് കണ്ടില്ലേ, അതുകൊണ്ടാണ് അതിന് ഡയമണ്ട് ബീച്ച് എന്ന് പേര് പറയുന്നത്. ഇപ്പോൾ ഒരു വൈകുന്നേരമാണ്. നമ്മളൊരു വൈകുന്നേര സമയത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതും കുറച്ച് പാടാണ് കേട്ടോ ഇറങ്ങി വരാൻ വേണ്ടി. കുറച്ചുകൂടി നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക് നല്ലോണം കിതക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും. കുറേ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരേണ്ടതല്ലേ. അത് മുകളിൽ കയറി പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേ സ്റ്റെപ്പ് മുകളിലേക്ക് കയറിയിട്ട് വേണം പോകാൻ വേണ്ടി. ഇവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ, അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇതും കുറേ കൂടി കുത്തനെയായിട്ട് തന്നെയാണ് ഇറങ്ങേണ്ടത്. പക്ഷെ കുറേ കൂടി സേഫാണ്. കാരണം അധികം ഒരു ഭാഗത്തല്ലേ ഒരു ഭാഗത്ത് ഈ മലയുടെ തന്നെ ഭാഗമാണല്ലോ. അതുകൊണ്ട് കാറ്റ് അധികം നമ്മളെ അഫക്റ്റ് ചെയ്യൂല. രണ്ട് ഭാഗവും മലയില്ലെങ്കിലാണ് കാറ്റ് നന്നായി അഫക്റ്റ് ആയി തോന്നുന്നത്. ഈ ഇന്തോനേഷ്യയിൽ 90% മുസ്ലിംസ് ആണെങ്കിലും ഒരു പോപ്പുലേഷൻ വൈസ് മുസ്ലിംസ് അധികമാണെങ്കിലും ടെമ്പിൾ വൈസ് നമുക്ക് തോന്നും ഒരുപാട് ഹിന്ദുസും ഇവിടെ ഉണ്ട് എന്ന്. കാരണം ഒരുപാട് ഓരോ ഭാഗത്തും പഴയ പുരാതന സ്റ്റൈലിലുള്ള ടെമ്പിൾസൊക്കെ കാണാം. പിന്നെ ഈ ബാലി സൈഡിൽ ഈ ഉബുദ് എന്നൊക്കെ പറയുന്ന ബാലിയിലുള്ള ടൗൺസിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ടെമ്പിൾ ഫെസ്റ്റിവൽസും എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഈ സ്ത്രീകളൊക്കെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് ടെമ്പിൾസിലൊക്കെ പ്രാർത്ഥനകളും അങ്ങനത്തെ പൂജ പോലെയുള്ള എന്തോ സംഭവമൊക്കെ കാണാം.
ഇത് ജോന ബംഗ്ലാവിൻ്റെ ഉള്ളിലുള്ള ഒരു ഇതാണ്. നമ്മൾ 2 ദിവസവും വേറെ വേറെ വീടായിരുന്നു എടുത്തത്. ഇവിടെ 2 ദിവസം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു വീടും ഒരു ദിവസം വേറെ വീടുമായിരുന്നു നമ്മൾ എടുത്തത്. ഇതാണ് 2ാമത്തെ ദിവസം താമസിച്ചത്. ഇത് മൊത്തത്തിൽ ട്രഡീഷണൽ ആണ് കേട്ടോ. ഫുൾ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ നിലത്താണെങ്കിലും ഈ ചുമരുകളും എല്ലാം വാൾ മൊത്തം വുഡാണ്. ഇതിൻ്റെ അകത്ത് നമ്മളൊരു വലിയ ലിസാർഡിനെ സ്പോട്ട് ചെയ്തു കേട്ടോ. അതിനെ കണ്ടപ്പോൾ വല്ലാണ്ട് പേടിച്ചു. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴായിരുന്നു കണ്ടത്. നമ്മളെ നാട്ടിലൊക്കെയുള്ള ലിസാർഡിൻ്റെ ഒരു 10 ടൈംസ് ബിഗ് ആയിട്ടുള്ള ഒരു ലിസാർഡ് തലേൻ്റെ മുകളിൽ കണ്ടു. വല്ലാണ്ട് പേടിച്ചു. പിന്നെ നമ്മൾ വന്നത് ഇത് എന്താ പറയാ, ഏതോ ഒരു സംഭവമുണ്ട്. ഇതാണ് ഏഞ്ചൽസ് വിലബോൺ. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇത് ഡയമണ്ട് ബീച്ചിൻ്റെ തന്നെ ഒരു ക്ലിപ്പാണ്. ഇവിടെ കുറേ പായലൊക്കെ കാണാം. കുറേ ചെറിയ ചെറിയ ഫിഷസും ഒക്കെ ഈ ചെറിയ ചെറിയ ഈ കുണ്ടും കുഴിയൊക്കെ കാണാൻ പറ്റുമല്ലോ. അതിൻ്റെ ഇടയ്ക്കൊക്കെ കുഞ്ഞു കുഞ്ഞു ഫിഷസിനെ കാണാം. ഭയങ്കര സ്ലിപ്പറിയാണ്. പാറയാണ്. പാറയുടെ മുകളിലാണ് ഉണ്ടായത്. ഫംഗസ് പോലെയല്ല ഇപ്പോൾ ഇതൊക്കെ പായല് പോലുള്ള സംഭവങ്ങൾ. നമ്മൾ വൈകുന്നേരം ഈ സ്കൂട്ടൊക്കെ എടുത്തിട്ട് ഇവിടെ മൊത്തത്തിൽ കറങ്ങാൻ പോയി. ബീച്ച് സൈഡിൽ നല്ല അടിപൊളി. ഇവരുടെ റോഡൊക്കെ നല്ലതാണ്. ഇതൊരു വളരെ കുറേ കൂടെ ദൂരമായിട്ടുള്ള ഒരു ഐലൻഡാണ്. ഒരു കുഞ്ഞു ഐലൻഡാണ്. അധികം ഡെവലപ്മെൻ്റൊന്നും ഇല്ലാത്തൊരു ഐലൻഡാണ്. ബട്ട് റോഡൊക്കെ അടിപൊളിയാണ്. ഏഞ്ചൽസ് വിലബോണിൽ നമ്മൾ പോയപ്പോൾ ഫുൾ തിരക്കായിരുന്നു. നിറച്ച ആൾക്കാരായിരുന്നു. നമ്മളൊരു പീക്ക് സീസണിലാണ് പോയെന്ന് തോന്നുന്നു. എല്ലാവരും നമ്മൾ പോയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും വളരെ ആൾക്കാരായിരുന്നു. ജസ്റ്റ് ലബോൺ രാജയിൽ മാത്രം അധികം ആരും ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ ഇന്ത്യൻസ് ഇതിന് അധികം വരാറില്ല. ഈ സ്ഥലത്തൊക്കെ അധികം ഇന്ത്യൻസ് ഉണ്ട് കേട്ടോ. കുറേ ഇന്ത്യൻസിനെ നമ്മൾ കണ്ടു. കുറേ തമിഴ് ഫാമിലിനൊക്കെ നമ്മൾ കണ്ടു. അവരൊക്കെ നമ്മളെ ഫോട്ടോ എടുക്കാനൊക്കെ സാധിച്ചു. നമ്മളവർക്ക് ഫോട്ടോ എടുത്ത് കൊടുത്തു. അവർ നമ്മളെ ഫോട്ടോ എടുക്കാൻ അങ്ങനെയൊക്കെ ചെയ്തു. ഇവിടെയും വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്ത സ്നോർക്കലിംഗ് പോലുള്ള ആക്ടിവിറ്റീസ് ഇവിടെയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ ചെയ്തില്ല. നമ്മൾ ചെയ്യാനായിരുന്നു. പിന്നെ സെയിം കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്നും ചെയ്തില്ല. കുറേ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ കുറേ ടെമ്പിൾസ്, ചെറിയ ചെറിയ വീടുകളാണ്. ചെറിയ ചെറിയ ഓടൊക്കെ ഇട്ടിട്ടുള്ള വീടുകളാണ്. പിന്നെ എന്തല്ലോ ഈ നാച്ചുറലി ആയിട്ടുള്ള എന്തെല്ലോ ഫ്രണ്ട്ലി മെറ്റീരിയൽസ് കൊണ്ടാണ് ഒരു വീടൊക്കെ ഉണ്ടാക്കിയത്. ടീറക്സ് ഡേയിൽ നമ്മൾ വൈകുന്നേരം അന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു 4 മണിയൊക്കെയാണ് പോയത്. ബട്ട് നമ്മൾ സൺസെറ്റ് വരെ കാത്തു നിന്നു. കാരണം ഇവിടെ ഉള്ള സൺസെറ്റ് വ്യൂ വളരെ അടിപൊളിയായിരുന്നു. ഞാൻ ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു സൺസെറ്റ് വ്യൂ ഒരിക്കലും വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇവിടെ സ്വിമ്മിങ് അലൗഡ് ആയിരുന്നു പണ്ടൊക്കെ. ബട്ട് ഇപ്പോൾ അത് ക്ലോസ്ഡ് ആയിട്ടാണ് ഉണ്ടായത് നമ്മൾ പോയ സമയത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വിമ്മിങ് ചെയ്യാൻ പറ്റിയില്ല. ഈ സംഭവമൊക്കെ കുറേ ഫോട്ടോഷൂട്ടിനുള്ള പോയിന്റ്സ് ഉണ്ട്. അവിടെ അവർ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തരും. അവിടെ തന്നെയുള്ള അവിടെ ചെറിയ ചെറിയ ഷോപ്സ് നടത്തുന്ന ആൾക്കാരാണ് നമുക്ക് ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തരിക. അതിനൊരു ചാർജ് ഉണ്ട്. വളരെ ചീപ്പാണ്. ഇതാണ് ന്യൂസ പെനഡയിൽ നമ്മൾ ഈ ഷിപ്പൊക്കെ കാത്തു നിൽക്കുന്ന അടുത്തുള്ളൊരു റെസ്റ്റോറൻ്റാണ്. നമ്മുടെ ഇവിടുന്ന് കുറച്ച് ഈ നാസി ഗൊറങ് എന്നൊക്കെ പറയുന്ന ചിക്കൻ ഫ്രൈഡ് റൈസ് പോലുള്ളൊരു ഡിഷ് ട്രൈ ചെയ്തു. കുഴപ്പമില്ലായിരുന്നു. ഇന്തോനേഷ്യയിലെ ഫുഡ് ഈസ് ഫാർ ബെറ്റർ ദാൻ മലേഷ്യൻ ഫുഡ്. ഞാൻ പറഞ്ഞില്ലേ, ഓയിലിൻ്റെ സ്മെല്ലൊന്നും ഇല്ല. കുറേ കൂടി നമ്മളിപ്പോൾ മലയാളീസിനൊക്കെ അത്ര ബുദ്ധിമുട്ടില്ലാതെ കഴിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. നമ്മൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് നമ്മൾ എത്തിയിരിക്കുന്നത് കൂട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. കൂട്ട എന്ന് പറയുന്നത് വളരെയധികം വൈബ്രൻ്റ് ആയിട്ടുള്ള കുറേ നൈറ്റ് ലൈഫൊക്കെ ഉള്ള ഒരു സിറ്റിയാണ്. ഇത് മെയിൻ ബാലി ഐലൻഡിലൊക്കെ തന്നെ വരുന്നതാണ്. മെയിൻ ബാലിയിലേക്ക് തന്നെ വരുന്നതാണ്. നമ്മൾ ഷിപ്പൊക്കെ പിടിച്ച് ന്യൂസാപ്പിനുണ്ടെന്ന് തിരിച്ചു വന്നിട്ടാണ് നമ്മൾ ഈ സ്ഥലത്ത് വന്നത്. ഇത് അതിൻ്റെ കൂടെ എയർപോർട്ടിലെ ചില ക്ലിപ്സാണ് കേട്ടോ. അതൊന്ന് സ്നാച്ച് ആയതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിപ്സ്. ഫുൾ ഗ്രീനറി ആണ് കേട്ടോ ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഈ ബാലി എന്ന് പറയുന്നത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഭയങ്കര ഗ്രീനറിയാണ്. നമ്മളെ നാട്ടിനേക്കാളും ഒരുപാട്
ഗ്രീനറിയാണ്. ഇത് ടെലിട്യൂബീസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഇത് ന്യൂസാപ്പിനിടയിൽ തന്നെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ടെലിട്യൂബീസ് എന്ന് പറയുന്ന ഒരു കാർട്ടൂണിൽ അവർ കാണിച്ച ആ ഒരു സാധനത്തിന് ഇൻസ്പിറേഷൻ കിട്ടിയത് ഈ പർട്ടിക്കുലർ സ്ഥലത്തിനാണ് പറയപ്പെടുന്നത്. പിന്നെ ഒരു ഫ്രൈഡേ ആയിരുന്നു നമ്മുടെ ഇവിടെയുള്ള ഒരു സ്ഥലത്താണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു പള്ളിയുടെ ഒരു മസ്ജിദ് മസ്ജിദിന്റെ പേര് ലേഡീസിന് ഇവിടെ സ്പേസ് ഒന്നുമില്ല. ഇവിടുത്തെ ആൾക്കാരെ കാണാൻ ഏതാണ്ട് ഈ മലേഷ്യയിലൊക്കെ ഉള്ള ആൾക്കാരെ ലുക്ക് വൈസ് വെരി സിമിലർ. ഹൈറ്റ് അധികം ഇല്ല, കുറച്ച് ചെറിയ മനുഷ്യന്മാരാണ്. ഫേസ് ഏതാണ്ട് കുറച്ച് ചൈനീസ് ഉള്ള ഒരു ഫേസ് ആണ്. നമ്മൾ ഷിപ്പ് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ, തിരിച്ചു പോകാൻ വേണ്ടി. മെയിൻ ഐലൻഡിലേക്ക് ന്യൂസാപ്പിനിടയിൽ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ കാത്തിരിക്കുകയാണ്. ഓരോ ടൈമിംഗ് ഉണ്ട്, ഓരോ സ്ലോട്ട് ഉണ്ട്, ഓരോ ഷിപ്പ് പോകുന്ന ഓരോ സ്ലോട്ടിൽ. ഞാൻ വല്ലാണ്ട് ടാൻ അടിച്ചിട്ടുണ്ട്. സൺസ്ക്രീൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. നല്ലോണം ടാൻ ആയിട്ടുണ്ട്. കുറേ സമയം എടുത്തിട്ടുണ്ട് ഈ ടാൻ ചെയ്ത് പോകാൻ വേണ്ടി. 3-4 മാസത്തേക്ക് നമ്മൾ കാലിലേക്ക് തിരിച്ചു പോകുന്ന ഷിപ്പ് എന്നുള്ളൊരു വ്യൂ ആണ്. ഷിപ്പിൽ നമുക്കിങ്ങനെ മുമ്പിൽ കയറി നിൽക്കാൻ പറ്റും. ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു തരം ടൈറ്റാനിക് ഫീൽ എന്നൊക്കെ പറയാം. നമ്മൾ ഒരു 1.5 മണിക്കൂർ ഷിപ്പിൽ പോകാനുണ്ട്. ഫുൾ 1.5 മണിക്കൂർ നമ്മളവിടെ നിൽക്കുകയായിരുന്നു. ഇതാണ് നമ്മളിപ്പോൾ കൂത്തയിൽ എത്തിയിട്ടുണ്ട്. കൂത്ത എന്ന് പറയുന്നത് ബാലിയിലെ തന്നെ വേറൊരു സ്ഥലമാണ്. എല്ലാവരും ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉപ്പൂതിൽ താമസിച്ചു, അതിനുശേഷം ലബുവാമ്പാജയിലേക്ക് പോയി, അവിടെ നിന്ന് തിരിച്ചു വന്ന് ന്യൂസാപ്പിനിടയിലേക്ക് പോയി. അതിനുശേഷം നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കൂത്തയാണ്. ഇവിടെ ഒരു ദിവസമൊക്കെ കറങ്ങാനൊക്കെ ഉള്ളൂ. 2 ഡേ 1 നൈറ്റ് അതാണ് നമ്മുടെ പ്ലാന്. ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെയൊക്കെ. ഈ മെയിൻ ഐലൻഡിലൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പം നമ്മൾ വന്ന പോലെ ഫസ്റ്റ് തന്നെ പോയി പൂളിൽ തുള്ളുക എന്നാണ് നമ്മുടെ പ്രധാന പരിപാടി. കാരണം കുറച്ച് കൂൾ ഡൗൺ ആവും. ചൂടെന്ന് വെച്ചാൽ അത്രയും ചൂടാണ്. നമ്മളപ്പോൾ അതിനുശേഷം രാത്രിയൊക്കെ അപ്പോൾ നൈറ്റ് വാക്കിങ്ങിന് പോയി. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കുറേ കൂടി വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. കുറേ നൈറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ. ബീച്ച് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പോയ സമയത്ത്. എന്തൊക്കെയോ ഡാൻസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കണ്ടു. കുറേ സ്റ്റേജ് പെർഫോമൻസ് അതുകൂടാതെയൊക്കെ ഉണ്ട്. കുറേ ഫുഡ് സ്റ്റോൾസ് അങ്ങനെ പല ട്രൈ ചെയ്തു. ഫുഡൊക്കെ അടിപൊളിയാണ്. സീഫുഡ് ഞാൻ പറഞ്ഞല്ലോ, സീഫുഡിൻ്റെ ആൾക്കാർക്ക് പറയാൻ പറ്റിയ സ്ഥലമാണ്. കുറേ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാം. പിന്നെ ഇതെന്ന് പറയുന്നത് മൂവിങ് ബാർ പോലെയുള്ള സംഭവമാണ്. ആൾക്കാർ അതിലിരുന്ന് ആൽക്കഹോളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും റോട്ടുമലയാണ് പോകുന്നത്. ഈ ഡൈനിങ് ഹാള് മൊത്തം അങ്ങ് റോട്ടുമല അങ്ങ് പോവുകയാണ്. ഇതാണ് കേട്ടോ കൂത്ത സിറ്റിയിലെ ഒരു ഡേ വ്യൂ. കൂത്തയിലും നമ്മൾ ഈ സ്കൂട്ടി റെൻ്റ് എടുക്കുമായിരുന്നു. ചെറിയ ചോട്ട സ്കൂട്ടിയാണ്. എനിക്ക് പോലും ഓടിക്കാൻ പറ്റുമായിരുന്നു, അത്രയും ചോട്ട സ്കൂട്ടിയാണ് ഇവിടെ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ആർക്കിടെക്ചറൽ അടിപൊളി ആർക്കിടെക്ചറായിട്ടുള്ള പല സ്റ്റാച്യൂസും അങ്ങനെയുള്ള പല സംഭവം കാണാം ഇവിടെ. ഈ സംഭവമില്ലേ, ഇതൊരു സീ ആക്ടിവിറ്റിയാണ്, ഒരു ബീച്ച് ആക്ടിവിറ്റി. ഇതിന് ഇവിടെ ക്ലാസ്സസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. 2 ആഴ്ചത്തെ ക്ലാസ് അങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ടീറക്സ് പേര് സൺസെറ്റ് വ്യൂ. എൻ്റെ ജീവിതത്തിൽ കണ്ടതെന്ന് വെച്ച് 1 ഓഫ് ദ ബെസ്റ്റസ്റ്റ് ഈവനിങ് സൺസെറ്റ് വ്യൂ ആണ് ഞാൻ ടീറക്സ് പേയിൽ കണ്ടത്. അടിപൊളിയായിരുന്നു. ഒരുതരം പെയിൻറ്റിങ് പോലെ തോന്നി. താഴെ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇത് ഞാൻ പകുതി വരെ ട്രൈ ചെയ്ത് പോകാൻ വേണ്ടി, ബട്ട് എന്നെ കൊണ്ട് താഴേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പം ഞാൻ അവനോട് ഇറങ്ങി പോകാൻ പറഞ്ഞു. ഞാൻ ഒന്നാമത് നീളം കുറഞ്ഞതായതുകൊണ്ട് തന്നെ എനിക്ക് താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു വല്ലാത്തൊരു പേടി തോന്നി. ഇങ്ങനെ കാറ്റെന്നൊക്കെ പറയുമ്പം ഭയങ്കര സ്പീഡിലെ കാറ്റായിരുന്നു. എന്നെ താഴേക്ക് അങ്ങ് അതിങ്ങ് തെറിപ്പിച്ചുവിടുന്നു തോന്നുന്നു. അത്രയും
സ്പീഡിലെ കാറ്റായിരുന്നു. അപ്പം ഞാനൊരു പകുതി വളരെ സ്ലോ ആയി ഒരു മണിക്കൂറൊക്കെ എടുത്ത് ഒരു പകുതി വരെ ഇറങ്ങി, ബാക്കി ഇറങ്ങിയില്ല. തേർഡ് ചുറ്റി ഞാൻ മതിയാക്കി. മുകളിൽ തന്നെ വ്യൂ കാണാൻ അടിപൊളിയാണ് കേട്ടോ. കണ്ടില്ലേ ഈ റോക്കി ആയിട്ടുള്ള ഈ വഴി, ഭയങ്കര കാറ്റുണ്ടാകുമ്പോൾ താഴേക്ക് ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ട്. കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മളെ നാട്ടിലെ പോലത്തെ കുരങ്ങന്മാരെ കണ്ടു. കാല് നന്നായി വേദന അടിക്കും കേട്ടോ. അതുകൂടാണ്ട് നമ്മൾ കൈ പിടിച്ചിട്ട് ഇറങ്ങുമ്പോൾ കയ്യിൽ നമ്മൾ ഫുൾ പവർ കൊടുത്തിട്ട് വേണം ഇറങ്ങാൻ, അല്ലെങ്കിൽ അല്ലാണ്ട് സ്ലിപ്പ് ആവാനുള്ള ചാൻസ് വളരെ അധികമാണ്. ഒരു 45 ഡിഗ്രി സ്റ്റീപ്പായിട്ടുള്ള ഒരു ഇറക്കമാണ്. പകുതി വരെ ഓക്കെയാണ്, അതിനുശേഷമാണ് കുറേ കൂടി ടഫ്.